ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇറങ്ങുന്ന സമയം 6:17 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസം പാടെ കഴിയുമ്പോഴേ വണ്ടി താഴേക്ക് ഇറക്കിയിട്ട് കഴിക്കണം. ചളി അവർ തുടങ്ങിയിരിക്കണം. ഇവിടെ കണ്ടോ, ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ ആകെ മൂടി കിടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നിട്ടില്ല. 2 ദിവസമേ കഴിച്ചിട്ടുള്ളൂ. ഇന്ന് ഉണ്ടാക്കാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ച് സമയം ലേറ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയം പോകൂല. പക്ഷെ ഈ 2 ദിവസവും ഞാൻ ഉച്ചക്കും കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചേക്കണു. രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോയത്. ഉച്ചക്ക് നമ്മൾ കഴിക്കാൻ ലേറ്റ് ആവലുണ്ട്. സാധാരണ 3 മണി 4 മണിയൊക്കെ ആവലുണ്ട്. അന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കലില്ല. അങ്ങനെയാണ് ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ അപ്പോൾ ഈ 2 ദിവസവും കറക്റ്റ് ഉച്ച സമയമായപ്പോൾ നമ്മൾ ഊണിന് കയറി ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നേക്കല്ലേ ലഞ്ചിന് കുറേ ലേറ്റ് ആവുക. എന്തായാലും നോക്കി നോക്കാം. നമ്മളെ വണ്ടിന്റെ കോൾഡ് സ്റ്റാർട്ടിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വണ്ടി എടുത്ത് നേരെ നമ്മളെ മുണ്ടമ്പാലം പോട്ടെ. ട്രിപ്പ് നമ്മൾ ഇന്നലെ തന്നെ 0 ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 കട്ട CNG ഉണ്ട്. പെട്രോൾ ഇപ്പോൾ 1 കട്ടായിട്ടുണ്ട്. നമ്മളെ വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗെയ്സ്. അപ്പൊ ഇന്നത്തെ യാത്രകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇന്റർസിറ്റി കിട്ടുമോ, എയർപോർട്ട് കിട്ടുമോ, ഏതേലും വണ്ടി കയറുമോ? ആദ്യം പോയി ചായ അടിക്കട്ടെ. മുണ്ടമ്പാല ചായ കുടിച്ചാലേ ഊബർ ഓട്ടം കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ഒരു 6:23 ആയപ്പോഴേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊടുന്ന വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ. അപ്പം ഞാൻ അവിടെ പോയിട്ട് കബാനി പോയിട്ട് ചായ അടിക്കട്ടെ. നമുക്ക് ചായയോട് കഴിയാൻ നേരത്തെ ഒരു വിവേകിന്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. നമ്മളെ കങ്ങരപ്പടി ഭാഗത്തുനിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. സാധാരണ നമുക്ക് രാവിലെ അത്താണി മുണ്ടമ്പാല റോട്ടിൽ നിന്നാണ് കൂടുതൽ അടിക്കല്. ഇപ്പൊ 2 ദിവസമായിട്ട് ഇപ്പൊ ഇവിടുന്ന് അടിക്കണം കേട്ടോ. രാവിലെ ഡയറക്റ്റ് ആയിട്ടേ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രിപ്പ് അടിച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. അവിടെ നമ്മള് ആദ്യമൊക്കെ അവിടെ പോകുമ്പോ ആ താമരന്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് രാവിലെ പോയി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനും കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ. ഇപ്പൊ കുറേ ദിവസമായിട്ട് ഇപ്പൊ രാവിലെ ഡയറക്റ്റ് അങ്ങോട്ട് അടിയില്ല. അടിച്ചാലും സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ട്രിപ്പ് കിട്ടലുണ്ട്. ഇപ്പൊ ഇന്ന് എന്താകും അവസ്ഥ എന്ന് അറിയില്ല. അവിടെ എത്തുമ്പോ തന്നെ റിട്ടേൺ ട്രിപ്പ് കൊണ്ട് കാക്കനാട് ഭാഗത്തേക്ക് അടിച്ചാൽ നല്ലതായിരിക്കും. അവിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബിന്ദുവിന്റെ. അപ്പൊ ആളിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനേ മറ്റാൾക്ക് മഴ കൊള്ളേണ്ടി എഴുതിയിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് അങ്ങോട്ട് ആക്കി കൊടുത്തിന്. അപ്പൊ അവിടുന്ന് ട്രിപ്പ് അടിച്ച്. അപ്പൊ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കസ്റ്റമറിന് കോൾ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. പക്ഷെ ആള് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവിടെ പിക്കപ്പ് പോയിന്റിൽ ഉണ്ട് എന്നാണ് പറയണത്. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോ. നല്ലൊരു എടപ്പള്ളി ട്രിപ്പ് അടിച്ചിട്ടോ. 12 കിലോമീറ്റർ 277 രൂപ. അടുത്ത് പോയാൽ മതി. ഞാൻ എന്നിട്ട് അതിൽക്കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്ന്. അപ്പൊ ഇവിടെ പിക്കപ്പ് പോയിന്റിൽ ഉണ്ടാകുന്നപ്പോ ബി റൈറ്റ് ദേർന്നൊക്കെ കൊടുത്തുക്കണു. ഞാൻ ഈ 2 വണ്ടിയും പാടെ മുമ്പൊന്ന് പോയിട്ട് മുമ്പൊക്കെ കയറ്റി നോക്കട്ടെ. ചിലപ്പോ ഫ്രണ്ടിലുണ്ടാവും. പക്ഷെ കോൾ ചെയ്യുമ്പോ സ്വിച്ച് ഓഫ് ആണെന്നാണ് കാണിക്കണം മൊബൈല്. പക്ഷെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതെങ്ങനെയാന്നാവോ? അപ്പൊ ഇവിടെ ഹെഡ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ? 10 കിലോമീറ്ററിന് വീണ്ടും നല്ല നല്ല ട്രിപ്പുകള്. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ടോട്ടൽ ഇപ്പോൾ 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 405 രൂപ. ഇതിന് നമുക്ക് 213 രൂപ ആയിട്ട് കിട്ടിയത്. 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്യാനായിട്ട്. 22 മിനിറ്റ് 270 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്ത്. 213 നമ്മളെ ഏണിങ്സ്. നമ്മളെ അങ്കമാലി ഭാഗത്താണ് ഡ്രോപ്പ് ഉള്ളത്. ഇവിടുന്ന് ഇപ്പൊ ഇനി ഈ റോഡ് സ്ട്രൈറ്റ് പോയാലേ ഏകദേശം 1 കിലോമീറ്റർ ഇല്ല. അവിടുന്ന് റൈറ്റ് പോയാൽ അത്താണി, ലെഫ്റ്റ് പോയാൽ അങ്കമാലി. ആ റോട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. റാപ്പിഡോയില് നല്ല നല്ല ട്രിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. 277 255 എടപ്പള്ളി കാക്കനാടൊക്കെ അതെടുത്ത് പോയാൽ മതി. നല്ല നല്ല ട്രിപ്പുകളായിരുന്നു. നല്ല ഫെയറും ഉണ്ടായിരുന്നു. അവിടെ പോയാൽ ട്രിപ്പ് അടിക്കും. ഇങ്ങനെ പോസ്റ്റ് കിട്ടൂല. ഇതിപ്പോഴും വന്ന് സൈഡാക്കിയിട്ടേ ഉള്ളൂ. സമയം 8:46 ആയിക്കണു. ഒരു 8 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. കഴിഞ്ഞിട്ട് അത്താണിക്ക് ഒന്ന് പോയി നോക്കണം. അങ്കമാലിക്ക് പോകണോ അത്താണിക്ക് പോകണോന്ന് എഴുതി ഇങ്ങനെ നിൽക്കാം. 2 ഭാഗത്തേക്ക് പോയാലും ചെറിയൊരു പോസ്റ്റ് കിട്ടും ട്രിപ്പ് അടിക്കാൻ. അത് പിന്നെ നോക്കിയിട്ട് കാര്യമല്ല. അങ്ങനെ സമയം 8:24 ആയിട്ടോ. നമുക്ക് വേറെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു പൂക്കാട്ടുപടിക്ക് ട്രിപ്പ് അടിച്ചു 330 എത്ര 22 കിലോമീറ്റർ. അത് ഭയങ്കര നഷ്ടമുള്ള ട്രിപ്പാണ്. അവിടെ ഞാൻ അടുത്തില്ല. മാച്ച് ട്രിപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഏതായാലും ഇവിടെ നമ്മളെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് പോയാൽ അങ്കമാലി, റൈറ്റ് പോയാൽ അത്താണി. സമയം ഇപ്പൊ 8:24 ആയി. ഇത്രയും നേരമായിട്ട് അവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പൊ ഇനി ഏതായാലും ഇവിടുന്ന് എയർപോർട്ട് പോയി നിക്കാന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ റിൻഷിത് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഓനിവിടെ പേട്ട ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കൊടകര കഴിഞ്ഞിക്കണു. അപ്പൊ ഇവിടുന്ന് 22 കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പൊ ഓനും എയർപോർട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഏതായാലും അവിടെ എന്തായാലും ലോങ് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ഓന് പുതിയ വണ്ടിയും പുതിയ അക്കൗണ്ടൊക്കെ ആയതുകൊണ്ടേ ക്യൂ കുറച്ച് കുറയുമ്പോ തന്നെ ഓന് ട്രിപ്പ് അടിക്കാൻ തുടങ്ങാൻ. നമ്മൾ ഒരുമിച്ച് എയർപോർട്ടിൽ കയറിയാലും
അപ്പൊ ഞാൻ ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടാവും ഈ യാത്ര. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ കയറി കഴിഞ്ഞാല് ഓന് ട്രിപ്പ് അടിക്കണ സമയത്ത് ചിലപ്പോ എനിക്കും അടിക്കുമായിരിക്കും, ക്യൂ കുറയുന്നോണ്ട്. കുറച്ച് നേരത്തെ ക്യൂ കുറഞ്ഞാല്. അപ്പൊ അതേ രീതിയിലാണ് ഇപ്പൊ നേരത്തെ വേഗം പോയി നിൽക്കുന്നത്. ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ എയർപോർട്ടിനകത്ത് കയറൂല, ടോൾ കൊടുത്താണ്ട് കയറൂല. അവിടെ ഒരു നൈട്രജന്റെ ഒരു പമ്പ് ഉണ്ട്, പുതിയ പമ്പ്. അവിടെ എത്തുമ്പോ തന്നെ നമ്മളെ ക്യൂ സ്റ്റാർട്ട് ആവും. ഇവിടുന്ന് അത്താണിന്ന് കുറച്ച് പോകുമ്പോ തന്നെ നമ്മളെ ക്യൂല് കയറും. അപ്പൊ ആ ക്യൂല് കയറിയതിനു ശേഷം പുറത്ത് നിൽക്കാന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാക്കുമ്പാടെ ഏകദേശം ഒരു 100 ആവുമ്പോഴേ പൈസ കൊടുത്താണ്ട് കയറാം. 100 രൂപയല്ലേ 2 മണിക്കൂറിന്. ക്യൂ ഒരു 100 ആവുമ്പോഴേ പിന്നെ ട്രിപ്പ് അടിക്കൽ തുടങ്ങലുള്ളൂ. 200 താഴേക്ക് ഒരു 150 ആകുമ്പോ മാച്ച് ട്രിപ്പുകൾ വരലുണ്ട്. അപ്പൊ ഒരു 120 130 ആയിട്ട് വല്ല കയറേണ്ടി വരും. പിന്നെ നമ്മള് എയർപോർട്ടിലേക്കായിട്ട് പോവല്ലോ കേട്ടോ. അതിന്റെ ഇടക്ക് ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവും എന്തായാലും. അതിന്റെ ഇടക്ക് നല്ല ട്രിപ്പുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഓടും ചെയ്യും. അങ്ങനെ എയർപോർട്ടൊക്കെ ഒരു ലക്ഷ്യമൊന്നുമില്ല. ഗൈസ്, നമ്മളിവിടെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ ശരവണ ഭവന്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു, റിൻഷിത് വരുവാണേ. അപ്പൊ ഇവിടെ എയർപോർട്ടില് 310 കാറുകളാട്ടോ ടോട്ടൽ ഉള്ളത്. നമ്മള് ഇപ്പൊ ഒരു 10 കാറ് കുറഞ്ഞ് 300 കാറായി. ഇവിടെയാണ് നമ്മളിത് കാണിക്കുക ക്യൂ കുറയണത്. ഇത് ടോട്ടലുള്ള വണ്ടികളാണ്. ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വണ്ടികൾ വരുന്നതിനനുസരിച്ച് ഇവിടെ കൂടും. നമ്മളത് ഇതാണ് ക്യൂ. റിൻഷിദിനെ ഒരു ചെറിയൊരു 300 റുപ്യക്ക് എന്തോ ഒരു എയർപോർട്ട് റോഡോ അങ്ങനെ എന്തോ ഒരു ട്രിപ്പ് അടിച്ചിക്കണെന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങോട്ട് വരികയാണല്ലോ. അപ്പോൾ എയർപോർട്ടിലേക്ക് ആവാൻ എന്തായാലും ചാൻസ് ഇല്ല. കാരണം ആലുവന്ന് തന്നെ 350 റുപ്യാണ് എയർപോർട്ടിൽ കിട്ടല്. ഇത് അത്രയും ഇല്ല, കിലോമീറ്റർ അതിനെക്കാട്ടിലും കൂടുതലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തേക്ക് എവിടേക്കെങ്കിലും ആയിരിക്കും. അപ്പൊ ഞാൻ ഏതായാലും ഓൻ വരുമ്പത്തിന് ഇവിടെ ക്യൂല് സ്റ്റാർട്ട് ആയിക്കണല്ലോ. ഇവിടുന്ന് ശരവണ ഭവനിന്ന് ഒരു ചായ കുടിച്ചാണ്ടിരിക്കട്ടെ. നമ്മളെ അജ്മൽ കുട്ടൻ വന്നിട്ടുണ്ട് എയർപോർട്ടിന്റെ. ഏതാലേ വയറൊക്കെ ചാടിക്കണല്ലോ, എന്താ പരിപാടി? നമ്മളെ അജ്മലിനെ യാദൃശികമായി കണ്ടുമുട്ടിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന്. റിൻഷിത് വന്നിട്ടുണ്ട് കേട്ടോ. ഊബറിലേക്ക് എയർപോർട്ടിലേക്ക് ട്രിപ്പ് അടിച്ചാണ്ട് 100-300 വണ്ടി ഉണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് ട്രിപ്പ് വേണം. അതെ, ഇവിടെ രാവിലെ ഇന്നലെ ഉച്ചക്ക് വന്ന് എടുക്കണതാ. ആര് ഇതല്ലേ? ഓന്റെ 25 ആയിക്കണേ, 4-5 മണിക്കൂറായി. അങ്ങനെ നമ്മളെ ക്യൂ ഒരു 145 ആയിട്ടുണ്ട് കേട്ടോ. സമയം 10:45 അപ്പൊ ഇനി നേരെ എയർപോർട്ടിലേക്ക് അകത്ത് കയറാനുള്ള പരിപാടിയില്ല. കുറെ നേരമായി ഇപ്പൊ ഇവിടെ നിൽക്കണേ. നമ്മളെ റിൻഷിതും ഉണ്ട് കേട്ടോ. റിൻഷിദിന്റെ വണ്ടി അവിടെ എയർപോർട്ടിലാട്ടോ. അവനാണ്ട് ട്രിപ്പ് അടിച്ച് വന്നാണല്ലോ. അപ്പൊ ഇങ്ങോട്ട് നടന്നു വന്നിക്ക ചായ അടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി ഏതായാലും കയറട്ടെ. അജ്മലാണ് വിട്ടിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പൊ ഇനി എയർപോർട്ടിന്റെ അകത്താണ് പരിപാടി അല്ലേ? നമ്മള് 100 രൂപയുടെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് കൊടുത്ത് ഇവിടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. റിൻഷിദിന്റെ വണ്ടി ഇതാട്ടോ. ഓന് നേരത്തെ ആയിട്ട് കയറി വെച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി കയറ്റി വെച്ചിട്ട്. അപ്പൊ ഏതായാലും ഇനി കുറച്ച് ലോങ് ടൈമിന് ശേഷം കാണാം. എനിക്ക് സമയം 1:29 ആയിട്ടോ. നമുക്ക് ഊബറിൽ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല. അപ്പൊ ഞാനേ ഇവിടെ ഫുഡ് കൊടുക്കുന്ന ഒരാളുണ്ട്, ആളടുത്ത് ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഏതായാലും ഫുഡ് ആയിക്കട്ടെ, ആ പരിപാടി നടക്കട്ടെ. റിൻഷിദിന് കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മളെ കോതമംഗലത്തിന്റെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഒരു 1500 അങ്ങനെ എന്തോ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓനങ്ങനെ പോയി. ഇപ്പൊ പെരുമ്പാവൂര് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ ആയപ്പോ പോയിട്ട് ഞാനേ അവിടെ എറണാകുളം പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന് കരുതിയില്ല. അപ്പൊ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു ഇവിടെ ഫുഡ് കൊടുക്കണേ. അപ്പൊ ആൾ ഇതിൽ കൂടി നേരത്തെ വന്നിരുന്നു. അപ്പൊ ഞാൻ ഫുഡ് വേണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സമയം 1:30 എത്ര ആയി? 1:29 ആയി. അപ്പൊ ഇനി എറണാകുളം പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വേഗേ ഫുഡ് കഴിക്കട്ടെ. ഇതില് ചോറും മീൻ വറുത്തതിന് എത്ര 30 ആട്ടോ. അപ്പൊ 110 രൂപയാണ് ടോട്ടല്. അപ്പൊ ഏതായാലും പപ്പടൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ച് നോക്കട്ടെ. ഫുഡ് ഞാന് വണ്ടിയിൽ നിന്ന് തന്നെ കേട്ടോ കഴിക്കണത്. ഗ്ലാസ് രണ്ടും തുറന്നിട്ടുണ്ട്. പിന്നെ ബാക്കത്തെ ഡോറും പാടെ തുറന്നു വെച്ചിട്ടുണ്ട് സ്മെല്ല് പോവാനേ. പിന്നെ വലിയ സ്മെല്ലൊന്നും ഇല്ല. ഫുഡ് കഴിച്ചാല് ഫുഡല്ലേ, കുഴപ്പമൊന്നുമില്ല. ചിലവരൊക്കെ വിയർത്തിട്ട് വണ്ടി കയറലുണ്ട്. ആ ഒരു സ്മെല്ലൊന്നും ഇതിനെന്തായാലും ഉണ്ടാവില്ലല്ലോ. ഫുഡിന്റെ അല്ലേ. കുറച്ച് നേരം ഗ്ലാസ്സും തുറന്നിട്ടാല് സ്മെല്ല് പോവും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏതായാലേ ഫുഡ് കഴിക്കൽ പരിപാടി തുടങ്ങട്ടെ. കുറച്ച് കറികളൊക്കെ ഉണ്ട് കേട്ടോ. 110 രൂപക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പപ്പടൊക്കെ ആകെ പൊടിഞ്ഞിക്കണേ. പപ്പടം ഇതില് ഇങ്ങനെ ഇടാം. ഇനിയിപ്പോ ഇത് കഴിക്കാൻ നേരത്ത് ട്രിപ്പ് അടിച്ചാലാണ് പണിയാവുക. വേഗം പരിപാടി വെച്ചിട്ടോ. 2 തരം കറികളുണ്ട്. എന്തൊക്കെ കറികളുണ്ട്? 2 കൂട്ടം കറിയുണ്ട്. ഒന്ന് അത് മീൻ കറി കേട്ടോ, മറ്റേ സാമ്പാറും ഒന്നും. റബ്ബർ ബാൻഡൊക്കെ ചോറ്റക്ക് ചാടാതെ നോക്കണം. അപ്പം മീൻ ഫ്രൈയും പിന്നെ ഇവിടെ നാരങ്ങച്ചാറുണ്ട്. പിന്നെ വേറെ കേബേജ് ഉപ്പേരിയും പിന്നെ ഗ്രീൻ പീസിന്റെ എന്തോ ഒരു കറി ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് കറികളാണ് ഈ ചോറിന്റെ കൂടെ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഏതായാലും കഴിക്കൽ പരിപാടി തുടങ്ങട്ടെ. പെട്ടെന്ന് കഴിച്ചാല് ട്രിപ്പ് അടിക്കുമ്പോഴത്തേന് എടുത്ത് പോവാം. അങ്ങനെ ഫുഡ് കഴിക്കൽ പരിപാടി കഴിഞ്ഞിട്ടേ കവറൊക്കെ എടുത്തേക്കാൻ നേരത്തെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു ഡോക്ടർ ബാലാജി. ഇത് റെന്റൽ ട്രിപ്പ് ആട്ടോ. 5 മണിക്കൂർ നമ്മൾ ലോക്കാ. 60 കിലോമീറ്റർ ആണ്. 1241 രൂപയാണ് ഫെയർ കണ്ടത്. ഇവിടെ ഇന്റർനാഷണലിനാണ് പിക്കപ്പ് ഉള്ളത്. അപ്പൊ 5 മണിക്കൂർ
ഇപ്പൊ 1:45 അയക്കണം. അപ്പോൾ ഏകദേശം ഒരു 6:45 സമയമാകുമ്പോഴേ ഇത് കഴിയുള്ളൂ. പിന്നെ കുഴപ്പമില്ല, 1241 ഒറ്റയടിക്ക് കിട്ടുമല്ലോ. ഇത്രയും നേരം നിന്നല്ലേ. കറക്റ്റ് നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ ട്രിപ്പ് അടിച്ച് കയ്യേക്കാൻ പോയതേനെ, അപ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. അപ്പൊ ഞാൻ ഏതായാലും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് മറ്റേ ട്രിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 400-500 റുപ്യ കിട്ടുള്ളൂ, ലോക്കൽ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഒരു ചിലപ്പോൾ ഓടാൻ പറ്റുമായിരിക്കും 2-3 ട്രിപ്പും കൂടിയും. അപ്പൊ അതിലേറെ നല്ല ഇതാണെന്ന് എനിക്ക് തോന്നണേ. രണ്ടും കണക്ക് തന്നെ ആയിരിക്കും. ഏതായാലും ഇപ്പൊ നമ്മള് ഡോക്ടർ ബാലാജിന്റെ ട്രിപ്പ് എടുത്തിട്ടേ പോട്ടെ. ഇന്റർനാഷണലിനാട്ടോ പിക്കപ്പ് ഉള്ളത്. അപ്പൊ ഇവിടെ അരേവലിൽ എത്തിയിട്ടുണ്ട്. കസ്റ്റമർ ഒന്ന് വിളിച്ചോട്ടെ, ഏതാ പില്ലർ എന്നൊന്നും ആള് പറഞ്ഞിട്ടില്ല. പിക്കപ്പ് പറ്റില്ല, കസ്റ്റമറെ കോളി. ആളെ വിളിച്ചു നോക്കുമ്പോ ബിസിയാണ് കാണിക്കുന്നത്. ആള് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഹെഡൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അത് കോൾ ചെയ്തിട്ട് ബിസിയാണ്. അപ്പോ വേർ നോട്ട് കൊടുക്കാം. ഏതാ പില്ലർ എന്ന് ചോദിക്കണം. ഇവിടെ ഓരോരോ പില്ലറുകൾ ഉണ്ട്. ഇതുണ്ടോ A8 A9 അങ്ങനെ ഓരോ പില്ലർ ഉണ്ട്. ഇതിന്റെ മേലെ ഉണ്ട് കേട്ടോ, പക്ഷെ അവിടെ ഡിപ്പാർച്ചറാണ്. ഇവിടെയാണ് അരേവല്. ഇന്റർനാഷണലിലാണ് ഇത് കാണിക്കുന്നത്. പില്ലർ 29 അത്രേ. അപ്പൊ ആള് എനിക്ക് തോന്നണതേ ഡൊമസ്റ്റിക്കിലായിരിക്കും. ഇവിടെ ഇന്റർനാഷണലിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ ന്യൂ ഇന്റർനാഷണല്. അപ്പൊ ആളെ ഹെഡും ഇവിടെയാണ് കാണിക്കുന്നത്, കുറച്ച് അപ്പുറത്താണ്. അപ്പൊ അത് ഡൊമസ്റ്റിക്കിലായിരിക്കും. അവിടെയാണ് 29 ഉള്ളത്. അപ്പൊ ആള് ഡൊമസ്റ്റിക്കിൽ തന്നെ കേട്ടോ നിക്കണത്. ഞാൻ മെസ്സേജ് അയച്ചു നോക്കിയപ്പോ അതേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫുഡിന്റെ സ്മെല്ല് എനിക്ക് കിട്ടണമൊന്നുമില്ല. ഞാൻ അതിന്ന് കഴിച്ചോണ്ടാണ് എന്താ അറിയില്ല. ഇനി പുതിയതായിട്ട് ഒരാള് കയറുമ്പോഴേ സ്മെല്ല് കിട്ടുള്ളൂ. എന്താ അറിയില്ല. ഞാൻ 2 സ്പ്രേ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കസ്റ്റമർ പറയുമ്പോൾ നോക്കാം. അങ്ങനെ കേസ് ഒരു 3:29 ആയപ്പോഴേ നമ്മളിവിടെ പള്ളിമുക്കിൽ എത്തിയിട്ടുണ്ട്. രവിപുരം വളഞ്ഞമ്പലം സ്ഥലത്ത്. ട്രിപ്പ് കംപ്ലീറ്റ് അടിച്ചിട്ടില്ല. ഡോക്ടർ ബാലാജിൻ്റെത് നമുക്ക് ഇവിടെ 60 കിലോമീറ്റർ 5 മണിക്കൂർ. ഇത് 6:59 സമയം കഴിയാ. അപ്പോഴാണ് 5 മണിക്കൂർ കറക്റ്റ് ആവുക. അപ്പൊ നമ്മളെ കസ്റ്റമറേ കുറച്ചപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ഡോക്ടർ ബാലാജി ഉണ്ട്, പിന്നെ ആളെ വൈഫാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ 2 പേരാ. അപ്പൊ അവരിവിടെ എന്തോ റൂം എന്തോ നോക്കാൻ വന്നതാ. അപ്പൊ ബ്രോക്കർമാരുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ ഒരു ആര്യവൈദ്യശാല ഉണ്ട് ഇവിടെ പള്ളിമുക്ക് സിഗ്നൽ എത്തുന്നതിന് മുമ്പ്. അപ്പൊ അവിടുന്ന് 2 ആൾക്കാർ കയറി. അപ്പൊ അവരിവിടെ റൂം കാണിക്കാൻ വന്നിക്കാം. അപ്പൊ അവരവിടെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് പരിപാടി അറിയില്ല. ചിലപ്പോ റൂം കിട്ടിക്കഴിഞ്ഞാലേ ചിലപ്പോ ഈ ട്രിപ്പ് ഇവിടത്തോടെ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ലാഭമായി. കാരണം ആകെ കുറച്ച് കിലോമീറ്ററേ പോന്നിട്ടുണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ ഈ പള്ളിമുക്കിലേക്കൊക്കെ എയർപോർട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു 600 റുപ്യ ആ റേഞ്ചേ കിട്ടുള്ളൂ. ഇതിപ്പോ ഇവിടുന്ന് തന്നെ ഇപ്പൊ ട്രിപ്പ് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ട എമൗണ്ട് മുഴുവൻ കിട്ടും. 1200 എന്തോ ഉണ്ട്. ഇനിയിപ്പോ അതല്ല 5 മണിക്കൂർ കറക്റ്റ് 60 കിലോമീറ്റർ എന്തായാലും ആവും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ചെറിയ ലോക്കൽ ഓട്ടങ്ങളായിരിക്കും. ചിലപ്പോൾ സമയം ആവുമായിരിക്കും ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇനി കസ്റ്റമർ വരട്ടെ. അങ്ങനെ നമ്മളെ റെന്റൽ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ. സമയം 6:35 ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ എയർപോർട്ടിലേക്ക് തന്നെ കേട്ടോ തിരിച്ചു വന്നത്. അവരെ ഡ്രോപ്പ് ചെയ്യേണ്ടത് എയർപോർട്ടിൽ തന്നെ ആയിരുന്നു. 60 കിലോമീറ്റർ ഉള്ളത് എക്സ്ട്രാ ഒരു 12 കിലോമീറ്ററും പാടെ ഓടിയിട്ടുണ്ടായിരുന്നു. ടോട്ടല് 72 കിലോമീറ്റർ ആയി. 72.73 അങ്ങനെ എന്തോ ആയി കിലോമീറ്റർ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ്. ഇതാണ് ശരിക്കുള്ള ഫെയർ നമുക്ക് ട്രിപ്പ് വന്നപ്പോൾ ഉള്ളത്. അപ്പോൾ 5 മണിക്കൂറും 60 കിലോമീറ്ററിനുള്ളത് 1241 രൂപ. അതിൽ നമുക്ക് അഡീഷണൽ കിലോമീറ്റർ ഓടിയത് 12.39 കിലോമീറ്ററാണ്. അതിന് 153 രൂപ ഇട്ട് കിട്ടിയിരിക്കണത്. 14 രൂപ വെച്ചിട്ടാണ് കിലോമീറ്ററിന് കൂട്ടിയിരിക്കണേ. അങ്ങനെ ടോട്ടല് 1414 രൂപ. പിന്നെ റീഫണ്ട് 153 ഉണ്ട്. അത് ടോളിന്റെ പൈസയാണ്. ഇപ്പൊ ടോളിന്റെ പൈസ ഇതില് 153 കൂട്ടിയിട്ടുള്ളൂ. നമ്മള് 3 ടോള് കയറി. ഒന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഉള്ള 100, ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 105 രൂപയാണ് ടോള് കിട്ടല്. ഒന്ന് അത്, പിന്നെ ഉള്ളത് നമ്മൾ കണ്ടെയ്നർ റോഡ് വഴിയാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവിടെ 65 രൂപ. പിന്നെ ഇവിടെ വീണ്ടും കയറിയപ്പോൾ വീണ്ടും 60 അങ്ങനെ ടോട്ടലി 220 രൂപയാണ് വേണ്ടത്. 230 രൂപ. ഇതിൽ 153 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഇത്ര 57 രൂപേനെ എന്തോ ഉണ്ട്. അപ്പൊ ഞാനത് ആഡ് ചെയ്തു. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ തന്നെ കണക്കൂട്ട് നോക്കി. ഇത്ര 3 ടോളും പാടെ കണക്കൂട്ടി 230. ഇതിൽ റീഫണ്ട് ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ 230 കാണിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിന്. അപ്പോൾ 173 ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 57 പാടെ കൂട്ടിയിട്ട് 1,853 രൂപയാണ് ക്യാഷ് കളക്ട് ഉള്ളത്. അപ്പോൾ ഇത് കണക്കൂട്ടി നോക്കിയപ്പോൾ 1,909 രൂപയാണ് കണ്ടത്. അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ ഫോൺ കാട്ടി കൊടുത്തു, കാൽക്കുലേറ്റർ എടുത്താണ്ട്. അപ്പോൾ അവർ 2,300 അയച്ചു. ബാക്കി ഒരു 290 രൂപയോളം ടിപ്പായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും എയർപോർട്ട് പാർക്കിങ്ങിൽ തന്നെ കയറ്റി വെച്ചിട്ടോ. അവിടെ 100 രൂപയുടെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയിരുന്നൊക്കെ കുറച്ചാണ് പോകുന്നപ്പോൾ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ CNG ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടോ. ഇപ്പോൾ പെട്രോളാണ് പോകുന്നത്. ഇപ്പോൾ പെട്രോൾ 2 ഘട്ടം ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നൊക്കെ. അപ്പൊ അത് 1 ഘട്ടമായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ആദ്യം നമ്മളെ മുട്ടം ഭാഗത്ത് നിന്ന് CNG അടിക്കണമെന്ന് കരുതിന്. അപ്പൊ അവിടെ 2-3 വണ്ടി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവർക്ക് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കോൾ വന്നീന്, വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്
ഇവിടുന്ന് കോള് വരലുണ്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ. അപ്പോൾ അങ്ങനെ വന്നു 6:20-നാണ് ഫ്ലൈറ്റ്. അപ്പോൾ പിന്നെ ഇനി ഡിലേ ആക്കണ്ടെന്ന് കരുതിയിട്ട് അത്താണിയിൽ പിന്നെ ആകെ ഒരു വണ്ടിയോ 2 വണ്ടി എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ തിരക്കുണ്ടാവുമെന്ന് കരുതിയിന്. അപ്പോൾ അവിടെ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ഇനി ഇവർക്ക് ലേറ്റ് ആവേണ്ടി കരുതിയിട്ട് ഞാൻ CNG അടിക്കാൻ നിന്നില്ല. അപ്പോൾ ഇങ്ങനെ നേരെ പോന്ന്. എന്നിട്ട് അവരിപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ആദ്യം ഒരു 600 സംതിങ്ങിനോ എത്ര ഒരു ഫോർട്ട് കൊച്ചി അടിച്ച്, അല്ല 800 സംതിങ്. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. ഞാൻ അത്രയും ലോങ് പോകാൻ കഴിയൂല. ഞാൻ കാക്കനാട് 10ക്ക് പോയാൽ നേരെ റൂമിലേക്ക് കയറാനുള്ള പരിപാടി. നമ്മൾ ഈ സമയമാകുമ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ കയറലുണ്ട്. ഇപ്പോൾ 6:39 അപ്പോൾ അതങ്ങനെ എടുത്തില്ല. അത് മാച്ച് ട്രിപ്പ് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 400-500 രൂപയ്ക്ക് ഒരു നമ്മളെ ചെറിയപ്പള്ളി അടിച്ച്. ചെറിയപ്പള്ളി നമ്മളെ ചെറായി ഭാഗത്തുള്ള. അപ്പോൾ അതും ഞാൻ എടുത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് എന്താ വരുമെന്ന് നോക്കട്ടെ. കാരണം നമ്മൾ ഇങ്ങോട്ട് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നാണല്ലോ റെൻ്റൽ ട്രിപ്പ് എടുത്തിട്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രയോറിറ്റി കിട്ടും. ഇവിടെ ക്യൂ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. 330 വണ്ടികളുണ്ട്. നമ്മൾ രാവിലെ വന്നപ്പോൾ 310 വണ്ടികളാണ്. ഇപ്പോൾ 330 വണ്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ ടോട്ടൽ 350 ഞാൻ വന്നപ്പോൾ 330 വണ്ടികളായിരുന്നു. അതിലിപ്പോൾ നമ്മൾ 315-ാമത്തെ വണ്ടിയാണ്. 311, 315. അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ വെയിറ്റ് ചെയ്യണില്ല. ഈ പാർക്കിംഗ് ടിക്കറ്റുമ്പോൾ 2 മണിക്കൂറാണ് ടൈം ഉള്ളത്. ആ 2 മണിക്കൂറിലൊരു ട്രിപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകും. കാരണം നമ്മൾ റൂമിലേക്ക് നേരത്തെ കയറിയില്ലെങ്കിൽ നാളത്തെ ഇറങ്ങൽ പരിപാടികൾ നടക്കൂല. രാവിലെ ഇറങ്ങണ പരിപാടി. അപ്പോൾ ഏതായാലും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ ആ പുറത്ത് പോയിട്ട് ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ. കാരണം ഇനിയിപ്പോൾ എന്തായാലും ട്രിപ്പ് എടുക്കാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഏതായാലും അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് റെഡി ആയിരിക്കട്ടെ. ഞാനിത് അവർ റൂം നോക്കാൻ വന്നിക്കാണ്. അപ്പോൾ റൂം കിട്ടി അവരിവിടെ നിൽക്കുമെന്ന് കരുതിന്. ഞാൻ ലാഭാവുന്ന കരുതി. അപ്പോൾ എക്സ്ട്രാ 12 കിലോമീറ്റർ കൂടി ആയി. കാരണം അവരെ കയ്യിൽ ട്രോളൊക്കെ ഉണ്ടായിരുന്നു. ആ ട്രോളി എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ, കസ്റ്റമർ തന്നെ എടുത്താന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് ട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി റൂം കിട്ടിയാൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവരതല്ല, അവരെന്തോ ഒരു ഓഫീസ് റൂമായിട്ട് അങ്ങനത്തെ നോക്കണത്. അപ്പോൾ അവർക്ക് റൂം സെറ്റായി. നമ്മളെ വല്ലാർപ്പാടത്തേക്കാണ് രണ്ടാമത് പോയിന്. അവിടേക്കും പാടെ പോയിന്. നമ്മളെ രവിപുരത്ത് നിന്ന് നേരെ വല്ലാർപ്പാടം പോയി. അവിടെ കുറേ നേരം പോസ്റ്റ് കിട്ടി. അപ്പോൾ അവിടെ റെഡി ആയിക്കൊണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു പറഞ്ഞു. അപ്പോഴാണ് ഡ്രോപ്പ് എയർപോർട്ടിലാന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചടച്ചു. കാരണം ആ ബ്ലോക്ക് കൂടെ ഒക്കെ ഇങ്ങനെ പോരണ്ടേ കുറേ. ഞാൻ നേരെ റൂമിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് പൈസ അഡീഷണൽ കൂടി ഊബറിൻ്റെ വക. പിന്നെ കഴിഞ്ഞ ഒരു 290 രൂപയോളം അവർ ടിപ്പായിട്ടും തന്നിട്ടുണ്ട്. നല്ല കസ്റ്റമർ ആയിരുന്നു കേട്ടോ. സമയം ഇപ്പം ടിപ്പ് വന്നുകൊണ്ട് പറയാലോ കേട്ടോ നല്ല കസ്റ്റമർ. അപ്പൊ ഇനി പോയിട്ട് നല്ലൊരു ചായ കുടിച്ചിട്ട് റെഡി ആയിരിക്കട്ടെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട്. നമ്മളൊരു ഭാഗ്യം കൊണ്ട് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു സുബുരാജൻ എന്നാട്ടോ കസ്റ്റമർ പേര്. അങ്ങനെ നമ്മളെ എയർപോർട്ട് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. സമയം 8:54 ആയിട്ടുണ്ട് ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. നമ്മളെ റൂമിൻ്റെ അടുക്ക് ഡെസ്റ്റിനേഷൻ എടുക്കാം കേട്ടോ. ഇതിന് നമുക്ക് 584 രൂപ ആയിട്ട് കിട്ടിയത്. അത് 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൽ 100 രൂപ ടോൾ കിട്ടിയിട്ടുണ്ട്. ഒരു 50 രൂപ കസ്റ്റമർ പെയ്ഡാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഓൺലൈൻ ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ ഇത് ഓൺലൈനിൽ തന്നെ ടിപ്പായിട്ട് ഇട്ടിട്ടുണ്ട് 50 രൂപ. നമ്മളെ വാഴക്കാല ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 7 കിലോമീറ്റർ. മുഹമ്മദ് അത് റിൻഷിദാവട്ടോ. മുഹമ്മദ് എന്തായാലും ഓൻ തന്നെ ആയിരിക്കും പറ്റിക്കാൻ വേണ്ടി ബുക്ക്. അല്ല ഇവിടെ ഹെഡ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ റിൻഷിദാവൂല. മുഹമ്മദ് ഓൻ്റെ ID എന്ന് ഓൻ ഇടക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യലുണ്ട്. ഓനാവാൻ ചാൻസ് ഇല്ല. ഇവിടെ ഹെഡൊക്കെ കാണുന്നുണ്ട്. എന്ത് സംഭവം എന്താവും. ഞാൻ മാപ്പിലൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അടുത്തുണ്ടാവും. ഓനെ മാപ്പിൽ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. ഓൻ ഇവിടെ ഇല്ല. ഓനെ മറൈൻ ഡ്രൈവ് ഭാഗത്താണുള്ളത്. അപ്പോൾ ഇത് ഒറിജിനൽ കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ഒന്ന് നോക്കി നോക്കട്ടെ. 500 മീറ്റർ കേട്ടോ പിക്കപ്പ്. ഇവിടുന്ന് ലെഫ്റ്റാണ്. അങ്ങനെ നമ്മൾ വാഴക്കാല ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് 171 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി ഏതായാലും ഞാൻ ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ആകെ ഒരു 1.5-2-3 കിലോമീറ്ററും കൂടി ഉള്ളു റൂമിലേക്ക്. അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് പോട്ടെ. അങ്ങനെ സമയം ഒരു 9:30 ആയപ്പോഴേ നമ്മളിവിടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി ഇവിടുന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എയർപോർട്ട് ട്രിപ്പ് പോന്നപ്പോഴേ പുളിഞ്ചോട്ടിന്ന് CNG അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രഷറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. 31 കിലോമീറ്റർ ഓടി ഇപ്പം തന്നെ CNG അടിച്ചിട്ട് 2 വട്ടം പോയിട്ടുള്ളൂ. ബില് 161 കിലോമീറ്റർ ആട്ടെന്ന് ടോട്ടൽ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. നമ്മളെ പെട്രോൾ 2 വട്ടം ഉണ്ടായിരുന്നു. അതിപ്പോൾ 1 വട്ടമായി. CNGക്ക് 843 രൂപയായി. എൻ്റെ ആദ്യമായിട്ടാണ് അത്രയും വലിയ റേറ്റ് വരുന്നത്. അതിനനുസരിച്ചുള്ള സാധനം ഇതിൽ കയറിയിരിക്കണം കേട്ടോ. എൻ്റെ അത് മാക്സിമം ആയത് 801 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. 2 പ്രാവശ്യം 801 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് തോന്നണേ നല്ല ക്വാണ്ടിറ്റി എന്തായാലും ഒന്ന് കുറച്ച് കൂടിയിട്ടുണ്ടാവും. റേറ്റ് എന്തായാലും കൂടിയിട്ടില്ല. സെയിം റേറ്റ് തന്നെയാണ് 99.50 അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല പ്രഷറിൽ കിട്ടിയിട്ടുണ്ട്. 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു കട്ട കഴിഞ്ഞത്. സാധാരണ നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കട്ട പോകലുണ്ട്. പിന്നെ 2-3 കിലോമീറ്റർ പോയാൽ പിന്നെയും കുറയും. അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവല്. ഇതിപ്പോൾ 20 കിലോമീറ്റർ പോയപ്പോഴാണ് ഒരു കട്ട പോയത്.
രണ്ടാമത്തെ ട്രിപ്പിളാണ് പോയത്. ഊബറിൽ ഇന്നിപ്പോ നമ്മള് 5 ട്രിപ്പാട്ടോ ടോട്ടൽ ഓടിയത്. ആ റെന്റൽ ട്രിപ്പും വന്ന് കുറെ സമയം പോയി, 5 മണിക്കൂർ അങ്ങനെ തന്നെ പോയി, 4.5 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അതിന്. പിന്നെ ഏതായാലും നാളെ കാണാം. ഇന്നത്തെ ദിവസം കുറെ ലേറ്റ് ആയി. നമ്മള് സാധാരണ 4 മണിക്കും 5 മണിക്കൊക്കെ കയറുന്നതാണ്. ഇന്നിപ്പോ 9:30 സമയം. അപ്പൊ വേഗം പോയി കടന്നുറങ്ങട്ടെ. അപ്പൊ ഇനി ഏതായാലും നാളെ കാണാം.